പോലുള്ള ആയിരക്കണക്കിന് പട്ടാളക്കാരുടെ ദീർഘായുസ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ. മണ്ണിനെ കാത്തു സൂക്ഷിച്ചാലല്ലേ അതിൽ പണിയെടുക്കാൻ പറ്റൂ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ സസ്നേഹം, നാടിന്റെ സ്വന്തം ജീവൻ. ജയ് ഹിന്ദ്. പാവപ്പെട്ടവന് വേണ്ടി വാദിച്ച, കഷ്ടപ്പെടുന്നതിന് വേണ്ടി തൂലിക ചലിപ്പിച്ച പ്രശസ്തനായ എഴുത്തുകാരൻ കോവിലിന്റെ നാട്ടുകാരനായതുകൊണ്ടാണ് എന്റെ എഴുത്തിന് ഇത്രയും മൂർച്ചയേറിയത്. എന്നെങ്കിലും പുറന്തോട് പൊട്ടിച്ച് പുറത്തു വരാനുള്ള ഒരു ആർജവം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദിലീപ് പനിത്തടം. സുഹൃത്തുക്കളെ, 3 നാളുകളിലായി 3 വേദികളിൽ കോവിലന്റെ 2ാം ചരമവാർഷികം തട്ടക പെരുമ എന്ന പേരിൽ ആചരിക്കുകയായിരുന്നു. അതിൻ്റെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, തൃശ്ശൂരിൻ്റെ പ്രതിനിധി, പാർലമെന്റ് മെമ്പർ PC ചാക്കോ MP-യെയും, ഉദ്ഘാടകനായി എത്തിച്ചേർന്നിരിക്കുന്ന തമിഴ് എഴുത്തുകാരൻ ചാരു നിവേദിതയെയും, കന്നഡത്തിൽ നിന്ന് വന്നിട്ടുള്ള മുഫസ്സിർ ആസാദിനെയും, മലയാളത്തിലെ പ്രിയങ്കരരായ എഴുത്തുകാരെയും, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രൗഢഗംഭീരമായ ഈ സഭയിലെ സാംസ്കാരികവും ജൈവികവുമായ പരിസ്ഥിതിയെയും കോവിലൻ ട്രസ്റ്റിന്റെ പേരിൽ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ സ്വാഗതം പ്രാസംഗികൻ. സ്വാഗതം പറയുമ്പോൾ വിളിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികളുടെ കയ്യിൽ വയ്ക്കാൻ പൂക്കൾ കൊണ്ടുള്ള ബൊക്കകളല്ല ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കോവിലൻ തന്റെ അവസാന കാലങ്ങളിൽ എഴുതിയ ലേഖന സമാഹാരമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സംഘാടക സമിതി അംഗങ്ങളുടെ കയ്യിൽ ആ പുസ്തകമാണുള്ളത്. പുസ്തകത്തിന്റെ പേര് നാം ഒരു ക്രിമിനൽ സമൂഹം. നാം ഒരു ക്രിമിനൽ സമൂഹത്തിന്റെ അവസാന അധ്യായത്തിലെ അവസാന വരികൾ മാത്രം ഞാൻ വായിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ വന്ന വ്യക്തികളെ വലിയ വിശേഷണങ്ങളുടെ പെരുമഴ കൊണ്ട് വിശേഷിപ്പിക്കേണ്ടതില്ലെന്നും നമ്മുടെ തീമാണ് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടതെന്നും സംഘാടക സമിതി തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്.
കോവിലൻ നാം ഒരു ക്രിമിനൽ സമൂഹത്തിന്റെ അവസാന പേജിൽ എഴുതി. പത്രങ്ങളിൽ ധാരാളം ക്രിമിനൽ വിശേഷങ്ങൾ കാണാറുണ്ട്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള അനശ്വര ബന്ധത്തെ പ്രതി ചിന്തിക്കുകയും മോഹിക്കുകയും ചെയ്ത വൃദ്ധന്റെ മനസ്സിൽ മിച്ചഭൂമിയും മഹേന്ദ്രപുരിയും കൈലാസപ്പാറയും ചെറിയ പാടുകൾ വീഴ്ത്തുന്നു. ഇയാളുടെ ബാല്യസ്മൃതിയിൽ ഒരു തക്കിളി കറങ്ങുന്നു. തക്കിളിയിൽ നൂറ്റ് നടന്ന പഞ്ചൻകുട്ടി മാസ്റ്റർ, ശ്രീ കേളപ്പൻ, പിന്നെ നാരായണ ഗുരുദേവൻ, വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, മഹാത്മാഗാന്ധി. എന്നിട്ടും എന്തേ ഈ നാട്, ഈ രാഷ്ട്രം ഇങ്ങനെ ആയിത്തീർന്നത്? ക്രിമിനലുകൾക്ക് ജീവിക്കാൻ വയ്ക്കൂ എന്നാവുമോ സത്യാവസ്ഥ? ആകാൻ വയ്യ. മനുഷ്യൻ ജീവിക്കണം. ബാബറി മസ്ജിദ് പ്രശ്നം കത്തി നിൽക്കുന്ന സമയത്ത് കോവിലൻ എഴുതി, മതങ്ങൾ കയറിക്കവിഞ്ഞാൽ 2000 വർഷത്തെ പഴക്കം, അതിലുമേറിയാൽ അത്രയും തവണ. എന്നാൽ മാനുഷകത്തിന് ദശലക്ഷം സൗരവർഷങ്ങളുടെ പഴക്കമുണ്ട്, അതിമഹത്തായ ചരിത്രമുണ്ട്. മനുഷ്യൻ സർവശക്തൻ. അവൻ അനന്തകാലം ഭൂമിയിൽ ജീവിച്ചു, ഇനിയും ജീവിക്കും, ജീവിക്കണം. മനുഷ്യൻ മാത്രമല്ല, പുല്ലും പൂമ്പാറ്റകളും എല്ലാം നിറഞ്ഞ ഈ ബ്രഹ്മവും നിലനിൽക്കണം. കോവിലന്റെ അനുസ്മരണം നടക്കുമ്പോൾ കേവലം ഓർമ്മകളുടെ അയവിറക്കൽ മാത്രം നടത്തിപ്പോയാൽ അത് ആ വലിയ മനുഷ്യനോടുള്ള നീതികേടാകും എന്ന ആലോചന ട്രസ്റ്റിന്റെ ഓരോ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോഴും ഞങ്ങളെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മലയാള സാഹിത്യ ലോകത്ത് അനവധി അവാർഡുകളുണ്ട്. പക്ഷേ കോവിലന്റെ പേരിൽ ഒരു അവാർഡ് നൽകുമ്പോൾ അത് ആക്ടിവിസ്റ്റ് ഇന്ത്യ ആകണം എന്ന് ആലോചിച്ചത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 12 വർഷക്കാലമായി സ്വന്തം തട്ടകത്തിന്റെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സ്വയം നിർണയാവകാശത്തിനും ജനാധിപത്യ അവകാശങ്ങളുടെയും മേലിൽ ഇന്ത്യൻ പട്ടാളം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന AFSPA എന്ന പ്രത്യേക അധികാര നിയമത്തിനെതിരെ നിരാഹാരമനുഷ്ഠിക്കുന്ന മണിപ്പൂരി കവയിത്രി ഇറോം ശർമ്മലയ്ക്ക് അവാർഡ് നൽകാൻ കോവിലൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ജൂറി കമ്മിറ്റി തീരുമാനിക്കുന്നു. നിരാഹാര സമരം ആവിഷ്കരിച്ച ഗാന്ധി പോലും 20-ൽ പരം കൂടുതൽ ദിവസങ്ങൾ നിരാഹാരം അനുഷ്ഠിച്ചിട്ടില്ല. അവിടെയാണ് 12 വർഷക്കാലം ഇറോം ശർമ്മള നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ആ അവാർഡിലും ദേശം എഴുത്ത് പ്രതിരോധം എന്ന നിലയിൽ മലയാളത്തിലെ വിവിധ തട്ടക രചയിതാക്കളുടെ സമ്മേളനവും അത്തരം തട്ടകങ്ങളുടെ പഠനവും അത്തരം തട്ടകങ്ങൾ അതിന്റെ സൂക്ഷ്മ പരിസ്ഥിതി, സൂക്ഷ്മ രാഷ്ട്രീയം നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയും അതിനുവേണ്ടി പൊരുതുന്നവരുടെ കൂട്ടായ്മയും അതിൽ മുഖ്യധാരാ നേതാക്കന്മാരും പാർശ്വവൽക്കൃത സമൂഹത്തിനു വേണ്ടി നിരന്തരം പോരാടുന്നവരും അവരുടെ കൂട്ടായ്മകളും അതിലൂടെ മാത്രമാണ് അനുസ്മരണ പ്രക്രിയകൾ പൂർത്തിയാകൂ എന്ന് ട്രസ്റ്റ് ആലോചിച്ചിരുന്നു. ഒരു നാടക ശില്പശാല രൂപപ്പെടുത്തുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിസം, ഇത്തരം ആശയങ്ങൾ, കോവിലൻ കൃതികളിലുള്ള ആശയങ്ങളും ലോകത്തിൽ എത്തിച്ചേരണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അത്തരം ആലോചനകളുടെ ഭാഗമായി നടന്ന ഈ 3 ദിവസത്തെ പ്രവർത്തനങ്ങളുടെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട MP PC ചാക്കോയാണ്. ഇത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്ന ഒരിടങ്ങളിൽ നാം പവർ പൊളിറ്റിക്സിന്റെ വക്താക്കളെ വിളിക്കുമ്പോൾ ആരെയൊക്കെ വിളിക്കണമെന്ന് ആലോചിച്ചിരുന്നു. പല പേരുകൾ വന്നിരുന്നു. അതിൽ PC ചാക്കോ MP-യെ വിളിക്കുമ്പോൾ കോവിലൻ ട്രസ്റ്റിന് അല്ലെങ്കിൽ ഈ കേരളത്തിലെ നിസ്സഹായ ഖേദങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ഇവിടെ ഇതിനു മുമ്പ് നടന്ന ജനകീയ സമര പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ കണ്ടാണശ്ശേരി കോവിലന്റെ തട്ടകത്തിൽ നിന്ന് വന്ന അനാദിയായ കാലം മുതലേ ചരിത്രത്തിൽ ഇടം പിടിച്ച മനുഷ്യ സംസ്കൃതിയുടെ ആവാസമുള്ള കണ്ടാണശ്ശേരിയിൽ 30 കൊല്ലക്കാലമായി ജലചൂഷണം നടക്കുന്നതിന്റെ ധർമ്മസങ്കടങ്ങൾ വിവരിക്കുകയുണ്ടായി. വെള്ളം മാത്രമല്ല, മണ്ണും കല്ലും എല്ലാം ഈ വിധം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മൂല്യവർദ്ധിത ആവശ്യങ്ങൾക്ക് വേണ്ടി
ഏറ്റവും വലിയ ഉൽപാദന ശക്തിയായ മണ്ണിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. മണ്ണിന്റെ യഥാർത്ഥ ഉപയോഗം മാത്രം നടക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം ഉപയോഗത്തിലുള്ള കൃഷിക്കാർക്ക് മണ്ണ് ലഭിക്കുന്നില്ല. ഇത് കോവിലന്റെ തട്ടകത്തിനുള്ള മാത്രം ദുഃഖമല്ല, കേരളത്തിലെ എല്ലാ തട്ടകങ്ങളുടെയും ദുഃഖമാണ്. ഇത്തരം തട്ടക നഷ്ടങ്ങളെക്കുറിച്ചുള്ള ചർച്ചയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന PC ചാക്കോ MP-യെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കോവിലൻ ട്രസ്റ്റിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്നത് തമിഴ് എഴുത്തുകാരൻ ചാരു നിവേദിതയാണ്. നാഗൂരിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. അറിവഴകൻ എന്നാണ് യഥാർത്ഥ പേര്. ഇദ്ദേഹത്തിന്റെ കൃതികളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നാം അറിയുന്നത് ബൗദ്ധിക സുഖവാസ കേന്ദ്രങ്ങളിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന പ്രഖ്യാപനങ്ങളല്ല, മറിച്ച് ചോരയിലും വിയർപ്പിലും ചരിത്രത്തിന്റെ പൊടികളിലും വിലയം കൊള്ളുന്ന പച്ച മനുഷ്യന്റെ ജീവിതം ആവിഷ്കരിക്കുന്ന തമിഴിലെ എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമാണ് ചാരു നിവേദിത, നമ്മുടെ കോവിലനെ പോലെ. അതുകൊണ്ട് തന്നെ കോവിലൻ അനുസ്മരണത്തിന്റെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ടും അർഹനാണ് അദ്ദേഹം. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മൊഴിയായ തമിഴ് മൊഴിയിൽ തന്നെ നാം ഒരു ദേശത്തിന്റെ പരിസ്ഥിതിയെപ്പറ്റി പറയുമ്പോൾ അതിൽ പ്രധാനമാണ് മാതൃഭാഷ. ആ മാതൃഭാഷയെ എന്തിനേക്കാളേറെ സ്നേഹിക്കുന്നവരാണ് തമിഴ് വംശജരും, നമ്മുടെ പൂർവ്വ ദ്രാവിഡത്തിൽപ്പെട്ടവർ. അതുകൊണ്ട് ഏതൊക്കെ ഭാഷയിൽ അവർ സ്വാഗതം ചെയ്താലും ഏറ്റവും ആഹ്ലാദകരമാവുക അവരുടെ ഭാഷയിലാണ് എന്ന തിരിച്ചറിവോടുകൂടി എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വേർപ്പയിലും രക്തത്തിലും ചരിത്രത്തിക്ക് ദൂഷിയിലും ചേറിലും ചേർന്നു നിൽക്കും നിജமான മനുഷ്യനുടെ കഥയിത്താൻ ചാരു നിവേദിതയുടേത്. கோவிலனும் இந்த மாதிரி செய்தி பண்ணியிருக்கின்றேன். கேரளாவுக்கு புகழ் கொண்ட கோவிலனுடைய இந்த நினைவு நிகழ்ச்சிக்கு கலந்து அவருடைய எண்ணங்கள் பகர்ந்து கொண்டதற்கு வந்து சேர்ந்த தமிழ்நாட்டின் பெரிய கவி ചാരു നിവേദിതയ്ക്ക് വണക്കം. മുഖ്യ അതിഥികൾ രണ്ടുപേരുണ്ട്. ഒരാൾ കന്നഡത്തിന്റെ ചിന്തകനും നിരൂപകനും എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ മൈസൂർ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യൽ സയൻസ് പ്രൊഫസറായ ഡോക്ടർ മുസാഫിർ അസദിയാണ്. അദ്ദേഹത്തെയും നാം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മാതൃമൊഴിയായ കന്നഡത്തിൽ സാംസ്കൃതിക ಕೇರಳಕ್ಕಾಗಿ ಕೋವಿಲನ್ ಟ್ರಸ್ಟಿನ ಪರವಾಗಿ ಕನ್ನಡದ ಪ್ರಿಯ ಬರಹಗಾರರು, ವಿಮರ್ಶಕರು, ಚಿಂತಕರು ಮತ್ತು ಅಭಿವ್ಯಕ್ತಿ ಸ್ವಾತಂತ್ರ್ಯಕ್ಕಾಗಿ ನಿರಂತರ ಹೋರಾಡುತ್ತಿರುವ ಪ್ರೊಫೆಸರ್ ಮುಸಾಫಿರ್ ಅಸದಿ ಅವರನ್ನು ആദരപൂർവകമായി സ്വാഗതിಸುತ್ತೇನೆ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന എഴുത്തുകാരനാണ് ഇദ്ദേഹം. ഇനി കോവിലൻ അനുസ്മരണത്തിലെ ഏറ്റവും പ്രധാന അതിഥി ഇറോം ശർമിളയാണ്. ഇറോം ശർമിള നാം നേരത്തെ പറഞ്ഞതുപോലെ 12 വർഷത്തെ നിരാഹാര ബലി അനുഷ്ഠിക്കപ്പെട്ട ആ ശരീരത്തിന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ചിത്രവും ശബ്ദവും നാം ഇവിടെ പുനരാവിഷ്കരിക്കുന്നുണ്ട്. അതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ജോബി ചാക്കോയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രശസ്തി പത്രം വായിക്കുന്നത് PK വിജയനുമാണ്. തുടർന്ന് എഴുത്തുകാരന്റെ സക്രിയത എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നത് നമുക്കറിയാം മലയാളത്തിന്റെ മനസാക്ഷി എന്ന് വിളിക്കാവുന്ന സിദിക് ചന്ദ്രനാണ്. ഒരുപക്ഷെ അടിയന്തരാവസ്ഥക്കാലത്ത് ശരീരത്തിൽ ഏതൊക്കെ തരം ദണ്ഡുകൾ പ്രവേശിക്കുമോ അത്തരം ദണ്ഡുകളെ ശരീരത്തിലേക്ക് സ്വീകരിച്ച സിദിക് ചന്ദ്രനെ കോവിലൻ ട്രസ്റ്റിന് വേണ്ടി എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രബന്ധത്തിനോട് പ്രതികരിച്ചുകൊണ്ടും കോവിലനെ അനുസ്മരിച്ചുകൊണ്ടും അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് MA റഹ്മാനാണ്. MA റഹ്മാൻ എഴുതിയ വരികൾ പറഞ്ഞ് ഞാൻ കോവിലനെ കൂടി അനുസ്മരിക്കുകയാണ്.
കോവിലൻ സക്രിയത ആരംഭിച്ചത് സ്വന്തം വീട്ടിൽ നിന്നാണ്. അനാഥരെ വീട്ടിൽ മാത്രമല്ല കോവിലൻ സംരക്ഷിച്ചത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 1,00,000 വീട് കോളനി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭൂമിയുള്ളവരാരും ഭൂമി കൊടുക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടെന്നാൽ നിസ്വരും പാർശ്വവൽക്കൃതരുമായ അത്തരം ഒരു ജനസമൂഹം വരുമ്പോൾ അവരുടെ ആഭിജാത്യമാർന്ന സംസ്കാരത്തിന് എന്തെങ്കിലും അപജയങ്ങൾ വരുമോ എന്ന് ഭയന്നു. പക്ഷേ ആ നിസ്വരായ മനുഷ്യർക്ക് വേണ്ടി സ്വന്തം വീടിന്റെ മുന്നിൽ സ്ഥലം കൊടുത്ത കോവിലൻ. എം.എൽ. റഹ്മാൻ പറഞ്ഞു, മലയാളത്തിൽ ആക്ടിവിസ്റ്റുകളായ 2 എഴുത്തുകാരാണുള്ളത്, ഒന്ന് ബഷീറും മറ്റൊന്ന് കോവിലനും. പക്ഷെ ബഷീറിനെ തമാശക്കഥയിൽ നിന്ന് എഴുത്തുകാരനെന്നും കോവിലനെ കർക്കശക്കാരനായ പരുത്തനായ കാതികനെന്നും പറഞ്ഞ് മുഖ്യധാര തടഞ്ഞു. അവരതിന് പ്രാക്ഷിക്കാൻ തീരെ മതിയാവൂ എന്നും. എം.എൽ. റഹ്മാന് എൻഡോസൾഫാൻ ഇരകളുടെ ദുഃഖം അംബികാസുഖൻ മാങ്ങാടിൽ നാം കേട്ടു. ആ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്ന എം.എൽ. റഹ്മാന് കോവിലന്റെ അനുസ്മരണം ആര് നടത്തണമെന്ന് കോവിലൻ ട്രസ്റ്റ് അല്ല തീരുമാനിക്കുന്നത്, കോവിലനാണ്. നാം ആരുടെയൊക്കെ പേര് നിശ്ചയിച്ചാലും അത് കോവിലൻ ഇടപെടും. അങ്ങനെ കോവിലന്റെ കൂടി അനുഗ്രഹത്തോടെ ഇവിടെ ചേർന്നിട്ടുള്ള ഈ നിയോഗം ലഭിച്ചിട്ടുള്ള എം.എൽ. റഹ്മാന് എവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ട്രസ്റ്റിന്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ പ്രൊഫസർ പി. നാരായണ മേനോൻ മാസ്റ്ററാണ് മറ്റ് ഇതിൽ പ്രതികരിക്കുന്ന മറ്റൊരു വ്യക്തി. മുഖവറുകളുടെ ആവശ്യമില്ല. പാഠഭേദങ്ങളുടെ പ്രൊഫസർ എന്ന പേരിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മാസ്റ്ററെ ആദരിക്കുകയുണ്ടായി. കേരളത്തിലെ ഇന്ന് അതിശക്തമായ ജനകീയ സമരങ്ങൾക്ക് ഒരു കാലത്ത് ആശയവും ശക്തിയും നൽകിയ മാസ്റ്ററാണ്. മാഷെ സ്നേഹപൂർവ്വം ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ നേരത്തെ കണ്ടു പോസ്റ്റ് മോഡുലാർ ലാബ്, അത് ഒരുക്കിയ സിംഗപ്പൂരിൽ നിന്നൊക്കെ ഉയർന്ന പഠനങ്ങൾ നടത്തി സ്കൂൾ ഓഫ് ഡ്രാമയിൽ അധ്യാപകനായ ശ്രീജിത്ത് രമണന് എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാനേജിംഗ് ട്രസ്റ്റി വിജയ ടീച്ചർ, മറ്റ് കോവിലന്റെ ആരാധകരെ, വായനക്കാരെ, സുഹൃത്തുക്കളെ ഏവരെയും കോവിലൻ ട്രസ്റ്റിന്റെ ഈ ദേശത്തിന്റെ പ്രതിരോധം എന്ന ഈ സെഷനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. കൊന്നുപോകുന്നു, പുഴമറയുന്നു, കാറ്റാടി മരക്കൊമ്പാടുന്നിടത്തെല്ലാം വിഷമയമായ കാറ്റ് പെരുകുന്നു. സ്വന്തം ഭാഷ ഉള്ളിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങുന്നു. ആർക്കും വേണ്ടാതായ ജീവിതം ബാക്കിയാവുന്നു. ദുർവിധികളുടെ മരുഭൂമിയെ അതിജീവിക്കാൻ, ചരിത്രത്തെ പുതുതാക്കാൻ സർഗാത്മക രചനകൾക്ക് സാധ്യമാകും. പാർശ്വവൽക്കരിക്കപ്പെട്ട പലതിന്റെയും അതിജീവനത്തിന് പുതിയ വാക്കും പുതിയ കർമ്മവുമാണ് വേണ്ടത്. അധ്യക്ഷ ഭാഷണത്തിനായി തൃശൂരിന്റെ ആദരണീയനായ MP ശ്രീ PC ചാക്കോയെ ക്ഷണിക്കുന്നു. 3 ദിവസമായി നടന്ന ഈ കോവിലൻ അനുസ്മരണം അതിന്റെ വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ശ്രദ്ധേയമായി ഇന്നിവിടെ സമാപിക്കുകയാണ്. ഈ സമാപന സമ്മേളനത്തിൽ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും പ്രശസ്തരായ ശ്രീ ചാരു നിവേദിത, ശ്രീ മുസാഫിർ, ശ്രീ ശ്രീചന്ദ്രൻ, ശ്രീ റഹ്മാൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രശസ്തരെ, കോവിലനെ ഇഷ്ടപ്പെടുന്നവർ, കോവിലനെ വായിക്കുന്നവർ, കോവിലനെ ആരാധിക്കുന്നവർ, വാക്കുകൾക്കപ്പുറത്ത് അദ്ദേഹം എഴുതി വച്ച എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന സാമൂഹ്യ വിപ്ലവത്തിന്റെ നിരന്തരമായ സമരത്തിന്റെ തീജ്വാലകൾ ഏറ്റുവാങ്ങാൻ മനസ്സുകൊണ്ട് വെമ്പുന്ന പ്രിയപ്പെട്ട സജീവരായ സുഹൃത്തുക്കളെ, ഇത് ഔപചാരികമായ ഒരു ചടങ്ങ് മാത്രമാണ്. ഇവിടെ ഞങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് നാം ഒരു ക്രിമിനൽ സമൂഹം എന്ന കോവിലൻ ഗ്രന്ഥമാണ് എനിക്ക് കിട്ടിയത്. കോവിലന്റെ കയ്യൊപ്പോടുകൂടി അവിടെ പറയുന്നത് ഞാനൊരു മിസ്ഫിറ്റ്, വളയിലും തുളയിലും കൊള്ളാത്തവൻ എന്നാണ്. എനിക്ക് എന്നെക്കുറിച്ചും ഈ സമ്മേളനത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുക. കോവിലനെ എങ്ങനെ വായിക്കണം എന്നത് ആപേക്ഷികമാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യൻ നേവിയുടെ ആന്റി സബ്മറൈൻ സ്ക്വാഡിന്റെ ഒരു
വളരെ ഷ്രൂഡ് ഓപ്പറേറ്റർ ആയിരുന്നു ഔദ്യോഗിക ജീവിതകാലത്തിൽ കോവിലൻ എന്ന് വായിച്ചിട്ടുണ്ട്. സമൂഹത്തെ അട്ടിമറിക്കുന്ന എല്ലാ നിഗൂഢ ശക്തികൾക്കുമെതിരെ അവസാനം വരെ അദ്ദേഹം ഒരു ആന്റി സബ്മറൈൻ ഓപ്പറേറ്റർ ആയിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ അറിഞ്ഞിടത്തോളം ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. ഒരു സമൂഹത്തിന്റെ നിരന്തരമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുക എന്നതാണ് ആ സമൂഹത്തോട് ചെയ്യാവുന്ന ഏതൊരു പൗരന്റെയും അടിസ്ഥാനപരമായ ചുമതലയും ദൗത്യവും എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ എല്ലാ സമരമുഖങ്ങളും ഇന്ത്യ രാജ്യത്തുണ്ട്. അടിച്ചമർത്തപ്പെടുന്ന ഭരണകൂടങ്ങൾ, അക്രമകാരിയായ രാഷ്ട്രീയക്കാരൻ, ചൂഷണത്തിന്റെയും അതല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യ ദ്രോഹങ്ങളുടെയും പ്രതീകമായ ഭരണാധികാരി വർഗം, അവരെല്ലാം നിലനിൽക്കുന്ന ഒരു സമൂഹം. ഒപ്പം അവരെല്ലാം വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു സമൂഹം. ആ സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നാണ് കോവിലിനെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ഇവിടെ ശ്രീചന്ദ്രനെ പോലെ അടിയന്തരാവസ്ഥയുടെ മുഖങ്ങളിച്ച് വാങ്ങിയവരുണ്ട്. സമൂഹത്തിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി പടനയിച്ചവരുണ്ട്, പ്രതിഷേധിച്ചവരുണ്ട്, സമരം ചെയ്തവരുണ്ട്, തൂലിക പടവാളാക്കിയവരുണ്ട്. അവരെല്ലാം ജീവിക്കാനും പ്രവർത്തിക്കാനും അഭിപ്രായം പറയാനും കഴിയുന്ന ഒരു സമൂഹമായി ഇന്ത്യ നിലനിൽക്കണം. അങ്ങനെ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് കോവിലൻ നയിച്ചത് എന്നാണ് എന്റെ വിശ്വാസം. ഇന്ത്യയുടെ മാറ്റം എങ്ങനെ ഉണ്ടാകണം? ഇന്ത്യൻ സമൂഹത്തിന്റെ പുഴുക്കുത്തുകൾ, ഇന്ത്യൻ സമൂഹത്തിന്റെ ദൂഷ്യങ്ങൾ ഭരണരംഗത്തായാലും സമൂഹത്തിലായാലും നാം കാണുന്ന എതിർക്കപ്പെടേണ്ട, അതിനെ എങ്ങനെ എതിർക്കണം, ഏത് കാഴ്ചപ്പാടിലൂടെ എതിർക്കണം, അതൊരു എതിർക്കാനുള്ള സ്വാതന്ത്ര്യം ആപേക്ഷികം എന്ന് ഞാൻ ആദ്യം പറഞ്ഞ വാക്കിൽ ഞാൻ അടിവരയിടുന്നു. ലോകത്തിന്റെ ഏതൊരു സമൂഹത്തെ എടുത്ത് പരിശോധിച്ചാലും ഏതൊരു പ്രത്യയശാസ്ത്രവും അത് വിപ്ലവകരമാകട്ടെ, അത് മുതലാളിത്ത വ്യവസ്ഥിതിയെ സംബന്ധിക്കുന്ന പ്രത്യയശാസ്ത്രമാകട്ടെ, ആ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയപ്പോഴും അടിസ്ഥാനപരമായ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു ഇന്ത്യൻ സമൂഹത്തിൽ. അത് ഭരിക്കുന്നവരെ വിമർശിക്കാനും വിമർശിക്കുന്നവരെ നിലനിൽക്കാനും ആ വിമർശനത്തിന്റെ സർവസന്ധ സ്വാതന്ത്ര്യം നിലനിർത്താനും കഴിയുന്ന ഒരു സമൂഹമായി ഇന്ത്യ നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. ഏതൊരു വ്യവസ്ഥിതി നിലനിന്ന സമൂഹവും ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമെടുത്ത് താരതമ്യ വിശകലനം നടത്തുമ്പോൾ ആ താരതമ്യ വിശകലനത്തിൽ എവിടെയാണ് ന്യൂനതകൾ, പുഴുക്കുത്തുകൾ ഏറെ, എവിടെയാണ് സമൂഹത്തിന്റെ അധാർമികത അതല്ലെങ്കിൽ അപഭ്രംശങ്ങൾ ഏറെ എന്നത് നാം ഒരു താരതമ്യ വിശകലനത്തിന് വിധേയമാക്കണം. ആരെയും വെള്ളപൂശാനല്ല, ആരെയും തേജോവധം ചെയ്യാനല്ല. സ്വതന്ത്രമായ മനുഷ്യചിന്തയുടെ വിന്യാസത്തിൽ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുക എന്നതാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ കോവിലൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രം. അത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രമായിരുന്നില്ല, അത് മനുഷ്യ മനസ്സിന്റെ ഒരു പ്രത്യയശാസ്ത്രമായിരുന്നു. കോവിലൻ പറഞ്ഞതുപോലെ എന്റെ ഉള്ളിലേക്ക് നോക്കാൻ, അന്തർമുഖനാകാൻ, തന്റെ ആത്മാവിലേക്ക് നോക്കി സംസാരിക്കാൻ, ഓരോന്നിനെയും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ കുഴക്കണ്ണാടിയിലൂടെ അല്ല, മറിച്ച് തനിക്ക് സത്യം എന്ന് തോന്നുന്ന ആ സത്യത്തിന്റെ കണ്ണാടിയിലൂടെ നോക്കിക്കാണാൻ കഴിഞ്ഞ ഒരു നിഷ്പക്ഷമതിയായ ബുദ്ധിജീവി എന്ന നിലയിൽ, ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ആത്മതേജസ്സായി കോവിലന്റെ ബൗദ്ധികമായ ആ പ്രതിഭ നിലനിൽക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതിൽ, വിമർശിക്കുന്നതിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ ഉണ്ടാവാം. ആ വീക്ഷണങ്ങൾ ഉണ്ടാകണം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകണം. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായി തന്നെ ഇന്ത്യ നിൽക്കണം. ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകണം, സംഘർഷമുണ്ടാകണം. നാം അത് കാണുന്നില്ല പലയിടങ്ങളിലും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉന്നയിക്കുന്നവരുടെ നാവരിയുന്ന വ്യവസ്ഥിതികൾ നാല് ചുറ്റും നിൽക്കുമ്പോഴും താൽക്കാലികമായ എതിർപ്പുകളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഇന്നും നാം താരതമ്യേന മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിന്റെ ജീവവായു ശ്വസിക്കുന്നു എന്ന് ഇവിടെ നിന്നുകൊണ്ട് ധൈര്യസമേതം നമുക്ക് പറയാൻ കഴിയും. അത് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ. മഹാത്മാഗാന്ധിയുടെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം നടത്തിയിട്ടുള്ളതിനേക്കാൾ സുദീർഘമായ സമരം നടത്തിയ ഈറോം സമ്മലയുടെ സമരങ്ങൾ നമുക്ക് ഒരാത്മഹർഷമായി അല്ലെങ്കിൽ നമുക്കൊരു വലിയ പ്രേരണയായി നിൽക്കുമ്പോഴും അങ്ങനെ പ്രതിഷേധിക്കാനുള്ള ഒരു സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടാകണം.
ആ പ്രതിഷേധം ചെവിക്കൊള്ളാൻ കഴിയാത്ത മനസ്സുകളെ ഒരിഞ്ചു പോലും അനുകൂലിച്ചുകൊണ്ടല്ല. പക്ഷെ പ്രതിഷേധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും അന്തരീക്ഷവും എവിടെയുണ്ടോ, എവിടെ ചിരസുന്ദരമായിരിക്കുന്നു ആ സമൂഹത്തിലേക്ക്, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കോവിലിനെ പോലുള്ള മഹാപ്രതിഭകളെ വിലയിരുത്താൻ നമുക്ക് കഴിയുന്നത്, നമ്മുടെ കാഴ്ചപ്പാടുകളിലൂടെ വിലയിരുത്താൻ കഴിയുന്നത്, ഭരണകൂടങ്ങളെ, പ്രത്യയശാസ്ത്രങ്ങളെ, വ്യക്തികളെ, ഭരണാധികാരികളെ, എഴുത്തുകാരെ സർവണം നടത്താൻ, കീറിമുറിക്കാൻ, വിമർശിക്കാൻ ഒക്കെ നമുക്ക് കഴിയുന്ന ആ ഒരു സാഹചര്യം, സർവവ്യാപിയായ സ്വാതന്ത്ര്യത്തിന്റെ ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷമാണ് നമുക്ക് നിലനിർത്തേണ്ടത്, ഭദ്രമാക്കപ്പെടേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാദേശികമായ സമരങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. സമരങ്ങൾക്കെല്ലാം അതിൻ്റെതായ ഉദ്ദേശശുദ്ധി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഉദ്ദേശശുദ്ധി ഉള്ളിടത്തോളം കാലം മറ്റെല്ലാ തരത്തിലും അന്യന്റെ ദുഃഖമല്ല, അന്യന്റെ നന്മയാണ് കാംക്ഷിക്കുന്നതെങ്കിൽ ഒരു സമരവും പരാജയപ്പെടില്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ സാങ്കല്പികമായ ഒരു ശത്രുവിനെ കണ്ടെത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആരെങ്കിലും ശത്രുവായി സങ്കല്പിച്ചുകൊണ്ട് ആ ശത്രുവിനെതിരായ പോരാട്ടമാണ്. നമുക്ക് എപ്പോഴും ഒരു ശത്രു വേണം, അതാണോ നമ്മുടെ ലക്ഷ്യം എന്നത് ആത്മപരിശോധനയ്ക്ക് വിധേയമാകേണ്ട ഒരു വിഷയമാണ്. മണ്ണിനും മനുഷ്യനും മനുഷ്യന്റെ സ്വതന്ത്ര ചിന്തയ്ക്കുമെല്ലാം സ്ഥായിയായ നിലനിൽപ്പുള്ള ഒരു സാഹചര്യം, അതിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടശക്തികൾക്കുമെതിരായി പോരാടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. തോക്കിന്റെ കുഴലിലൂടെയാണ് സാമൂഹ്യ മാറ്റം ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കാത്തവനാണ് ഞാൻ. മനുഷ്യൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടങ്ങൾ, നിയമനിർമ്മാണങ്ങളിലൂടെ മാറ്റമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എന്റെ വിശ്വാസം പരാജയമാണെങ്കിൽ രണ്ട് കൈ ഉയർത്തിയ പരാജയം നാം സ്വീകരിക്കാം. 120 കോടി മനുഷ്യരുള്ള ഇന്ത്യ ഇന്നുണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ മുന്നിൽ നിരന്തരമായ സഹന സമരങ്ങളുടെ കഥയുണ്ട്. പക്ഷേ അതെല്ലാം തോക്കിന്റെ കുഴലിലൂടെയല്ല, നിയമനിർമ്മാണങ്ങളിലൂടെ മാറ്റമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അവിടെ അതിന് ഗതിവേഗം വർദ്ധിപ്പിക്കാൻ, അതിന്റെ രാസത്വരകമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ജനകീയ മുന്നേറ്റങ്ങളും സമരങ്ങളും ഉണ്ടാകണം. അതെല്ലാം ആശീർവദിച്ച ഒരു അമാനുഷ പ്രതിഭയായി ഞാൻ കോവിലിനെ കാണുന്നു. കോവിലിനെ വായിക്കാൻ പലർക്കും പല കാഴ്ചപ്പാടുകളും വീക്ഷണകോണങ്ങളും ഉണ്ടാകാം. പക്ഷേ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് ആ അസാധാരണമായ പ്രതിഭാവിലാസം ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ആത്യന്തികമായ നിലനിൽപ്പിന്, ഇന്ത്യയെപ്പോലുള്ള ഒരു ജനാധിപത്യ സമൂഹം നിലനിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യണം. അതിന്റെ അപഭ്രംശങ്ങളെ തിരുത്തപ്പെടണം. എല്ലാത്തിനും കൂട്ടിയിട്ട് തീവയ്ക്കാനല്ല, മറിച്ച് തിരുത്താനുള്ളതാണ് മനുഷ്യന്റെ ചിന്താശക്തി എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു ബൗദ്ധിക തേജസ്സാണ് കോവിലൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുൻപിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ഈ കോവിലൻ ട്രസ്റ്റ് ഇവിടെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ, ഒരുപക്ഷെ അനുസ്മരണ സമ്മേളനങ്ങൾ ഏറെ കണ്ടവരാണ് നാം. പക്ഷെ ഇവിടെ ഇതാ വ്യത്യസ്തമായ ഒരു അനുസ്മരണം. അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം, വ്യത്യസ്തമായ ഒരു ചിന്ത, വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനിച്ച് വളർന്ന് നടന്ന് അദ്ദേഹത്തിന്റെ രചനകൾ വഴിയൊരുക്കിയ ഈ മണ്ണിനെ ഇന്ത്യയുടെ ജനാധിപത്യ വേദികളിൽ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞ ഒരു വലിയ സൗഭാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുൻപിൽ നമോവാദം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവരുടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. 13 ലക്ഷം പട്ടാളക്കാരും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ